ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10-10:15 ആയിട്ടുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണെന്നറിയാമോ? ബാംഗ്ലൂർക്കാണ് കേട്ടോ. ഞാൻ ഓർത്തു ഈ പോകുന്ന വഴിക്ക് നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്തങ്ങ് ചില്ലായിട്ട് പോവാന്ന്. ഞാൻ ആദ്യം ഓർത്തത് ട്രെയിനിന് പോകാമെന്നായിരുന്നു. പക്ഷേ എൻ്റെ വർക്കിംഗ് അവേഴ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം എനിക്കൊരു ബസ്സാണ് കുറച്ചും കൂടെയും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറിയിരുന്ന് നമ്മുടെ യാത്ര തുടങ്ങി. എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള കുറച്ച് പേരെ കാണാൻ പോവാണേ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശപ്പിൻ്റെ വിളി വരുമെന്ന് ഉറപ്പായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ഒരു ദിവസം 3 നേരം ഇതേ ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു മടിയും കൂടാതെ യെസ് പറയൂ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ലോഡഡിലെ വെജ് ലോഡഡ് ഫ്രൈസ്. ചിക്കൻ ലോഡഡ് ഫ്രൈസും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഇവരുടെ ഈ വെജ് ലോഡഡ് ഫ്രൈസിനോട് എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് കഴിക്കാനുള്ള ഒരു കൊതിയും ക്രേവിങ്സും ഒക്കെ കയറി വരും. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സ്വിഗ്ഗിയുടെ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്ന ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തിരിക്കുന്നതും ഈ സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടുമിക്ക ലോഡഡ് ഫ്രൈസും എറണാകുളത്തുനിന്ന് കഴിച്ചാലും എനിക്ക് ഇതിൻ്റെ അത്രയും എത്താറില്ല. കാരണം പ്രൈസും വേർത്തിട്ടാണ്. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റപ്പം ഒരു ബ്രേക്ക് കിട്ടി വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്പോട്ട് മനസ്സിലായോ? നമ്മൾ പാലക്കാടൊക്കെ പോയ സമയത്ത് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്തൊന്ന് ഫ്രഷായി നേരെ പിന്നെയും ബസ്സിലോട്ട് കയറി. എനിക്ക് ഈ ഒരു ബസ് യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് കണ്ണ് തുറന്നപ്പോൾ നേരെ ഒരു 7-7:15 ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ലാഷ്നിച്ചി സെറ്റർ എടുത്തോളം പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ഓർത്തില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ആശാത്തി എനിക്കൊരു കുട്ടി പോസ്റ്റൊക്കെ തന്നു. ഒരു 10, 15, 20 അല്ല ഒരു 25 അരമണിക്കൂറോളം എന്നെ അവിടെ നിർത്തി. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് വന്നത്. വേറൊന്നുമില്ല, നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ എൻ്റെ അനിയത്തി മാളമ്മ. യെസ്, 1 വർഷം മുമ്പാണ് ഞാൻ മാളുവിൻ്റെ അടുത്ത് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കുഞ്ഞു പശുമ്പ ഈ ഒരു ടോയുമായിട്ട് ഞാൻ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. 1 വർഷം കൂടിയിട്ടാണ് ഞാൻ ആളെ കാണുന്നത്. അതിൻ്റെ ആ സന്തോഷം എൻ്റെ മുഖത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ. ഈ 2 എണ്ണത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒന്ന് നമ്മുടെ വിസ്കിയും, അതുകൂടാതെ എൻ്റെ ഫേവറേറ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കിവിയും. ആൾക്ക് ഇപ്പം ഇച്ചിരി വയ്യാണ്ടിരിക്കുവാണ്. കുറച്ച് നടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം.